Hi friends, today we are going to discuss about our second poem, We Are the World. We Are the World. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ 2 പ്രോസും 2 പോമും ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ 2 പ്രോസും 1 പോമും ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ ലാസ്റ്റ് പോം അല്ലെ, ഫസ്റ്റ് യൂണിറ്റിലെ ലാസ്റ്റ് പോം വി ആർ ദ വേൾഡ് അല്ലെ. എന്താണ് വി ആർ ദ വേൾഡ്? നമ്മളാണ് ലോകം എന്നല്ലേ, നമ്മൾ തന്നെയാണ് ലോകം എന്നല്ലേ. ഇത് ഈ ഒരു വി ആർ ദ വേൾഡ് പറയുമ്പോൾ ഒരു കാര്യം പറയാം, ഇതൊരു വലിയ പോയറ്റ്, ഒരു ക്ലാസിക്കൽ പോയറ്റ്, റൈറ്ററോ എഴുതിയിട്ടുള്ള ഒരു കവിതയല്ല. ഓക്കെ, ഇതൊരു ചാരിറ്റി സോങ് ആണ് കേട്ടോ. ഇതൊരു പോം എന്ന് നമുക്ക് പറയാമെങ്കിലും ഇതെന്താണ്, ഒരു ചാരിറ്റി സോങ് ആണ് കേട്ടോ. അതും ഇത് എഴുതിയത് വളരെ വലിയ റൈറ്റർ ഒന്നല്ല. നമുക്ക് നോക്കാം ഇത് ആരാണ് എഴുതിയത്, എന്താണ് ഇതിനെ കുറിച്ച് എന്നുള്ളത് നോക്കാം. Can art save the world? ഒരു ചോദ്യമാണ് നിങ്ങളോട് ചോദിക്കുന്നത്. Can art save the world? വേൾഡിനെ സേവ് ചെയ്യാൻ, സംരക്ഷിക്കാൻ കഴിയുമോ അല്ലെ? ആർട്ട് ഈസ് ഇമ്മോർട്ടൽ എന്ന് നമ്മൾ എന്ത് ചെയ്തു, ഒരു 2-3 പോമിലൂടെയും 2 സ്റ്റോറിയിലൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്തു മക്കളെ, ആർട്ട് ഈസ് ഇമ്മോർട്ടൽ ആണ് അല്ലെ, ആർട്ട് അനശ്വരമാണ്, എന്നും നിലനിൽക്കുന്നതാണ് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലെ. സോ അതിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ, വേൾഡിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നാണ് ചോദ്യം. Let's go through the following lyrics composed by Mr. Jackson and Lionel Richie. എന്താണ് മിസ്റ്റർ ജാക്സൺ? മൈക്കിൾ ജാക്സൺ അല്ലെ. മൈക്കിൾ ജാക്സൺ അറിയാത്തവരുണ്ടോ? മൈക്കിൾ ജാക്സൺ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത്? ആ ഒരു മൂൺ വാക്ക് ആയിരിക്കും അല്ലെ. മൈക്കിൾ ജാക്സന്റെ ആ ഒരു സ്റ്റൈലായിട്ടുള്ള മൂൺ വാക്ക് ഓർമ്മ വരുന്നില്ലേ? സോ മൈക്കിൾ ജാക്സണും ലയണൽ റിച്ചിയും ആണ് ഇത് എഴുതിയത്. അതാണ് ഞാൻ പറയുന്നത്, വലിയ റൈറ്റേഴ്സ് എഴുതിയതൊന്നല്ല എന്നുള്ളത് കേട്ടോ. This lies immortalize the art which plays a vital role in the changing world. അല്ലെ, ഇങ്ങനെ ഈ പറഞ്ഞ ആർട്ടിന് വേൾഡിനെ മാറ്റാൻ കഴിയുന്നതിന്റെ ഒരു വലിയൊരു മെസ്സേജ് ആണ് ഈ ഒരു പോമിലൂടെ തരുന്നത്. നോക്കാം. Writers. Michael Jackson was an American singer, songwriter, dancer and actor. അറിയാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരു അമേരിക്കൻ സിംഗറും സോങ് റൈറ്ററും ഡാൻസറും ആക്ടറും ആണ് അല്ലെ. ലയണൽ റിച്ചി അതുപോലെ തന്നെ ഈസ് ആൻ അമേരിക്കൻ സിംഗർ, സോങ് റൈറ്റർ, മ്യൂസീഷ്യൻ, റെക്കോർഡ് പ്രൊഡ്യൂസർ ആൻഡ് ആക്ടറോ. ഇവർ 2 പേരും കൂടിയാണ് ഈ ഒരു പാട്ട് എഴുതിയിട്ടുള്ളത് കേട്ടോ, ഈ ഒരു പോം എഴുതിയിട്ടുള്ളത്. ഇത് എഴുതിയ ഒരു സാഹചര്യമുണ്ട്, അതൊന്ന് ആദ്യം പറയാം കേട്ടോ. ഒരു 1980 കാലഘട്ടത്തില് പട്ടിണി മൂലം എന്ത് സംഭവിച്ചിട്ടുണ്ട്, ആഫ്രിക്കയില് ഒരുപാട് പട്ടിണി മരണങ്ങളെ ആ സമയത്ത് ഒരു ഫോമിംഗ് ഉണ്ടായിരുന്നു, ഒരുപാട് പേർക്ക് പട്ടിണി മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ടൈമില് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്, ആളുകളോട് അവർക്ക് ചാരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയാണ് ഈ ഒരു പോമിലൂടെ അവർ ഉദ്ദേശിച്ചിട്ടോ. ഒരുപാട് ഫണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു പാട്ടിലൂടെ അവര്. ഓക്കെ, അത് മാത്രല്ല, ഏകദേശം എനിക്ക് തോന്നുന്നു 1985 ഒരു മാർച്ച് 6 or 5 ആണ് തോന്നുന്നു ഈ പാട്ട് റിലീസ് ആവുന്നത്. നിങ്ങൾ യൂട്യൂബിലോ എവിടെയെങ്കിലൊക്കെ ആയിട്ട് നിങ്ങൾ നോക്കുന്ന ഏത് മീഡിയാസ് ആണോ ആ മീഡിയാസിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മൈക്കിൾ ജാക്സന്റെ ഒരു സ്റ്റേജ് പെർഫോമൻസ് ഉണ്ട് ഈ പാട്ട് വെച്ചിട്ട്. നമുക്കത് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആവുന്നില്ല, മനസ്സിലാവുന്നില്ല. പക്ഷെ വലിയൊരു ക്രൗഡിന്റെ മുമ്പിൽ നിന്നിട്ട് സ്റ്റേജിൽ ഒരുപാട് ആളുകളൊക്കെ കൂടെ ഉണ്ടായിട്ട് കോറലൊക്കെ ആയിട്ട് ഭയങ്കര ഒരു കോറസ് ഒക്കെ വന്നിട്ട് പാടി ഒരു പാട്ടാണ് കേട്ടോ. ഒരുപാടുണ്ട്, യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ ഈ പാട്ട് കാണാം. പക്ഷെ നിങ്ങൾ ഈ പാട്ട് പഠിച്ച ശേഷം പോയി കേട്ടാലുള്ളൂ അത് മനസ്സിലാവട്ടെ. അങ്ങനെ അവരുടെ ലാംഗ്വേജ് നമുക്ക് അത്രത്തോളം അങ്ങോട്ട് സെറ്റ് ആവാത്തോണ്ട് ചിലപ്പം ക്ലാരിറ്റി കിട്ടൂല. സോ നോക്കാം. അപ്പൊ സാഹചര്യം മനസ്സിലായില്ലേ? അപ്പൊ ഇതെന്താണ്, ഒരു ചാരിറ്റി സോങ് ആണ് അല്ലെ. ആഫ്രിക്കയില് ആ പട്ടിണി മരണം മൂലം ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ആ സമയത്ത് ഫണ്ട് പിരിക്കാൻ വേണ്ടിയിട്ട് അവര് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു മെത്തേഡായിരുന്നു ഈ ഒരു മാർഗം അല്ലെ. എന്താണ്, ഈ ഒരു പാട്ടിലൂടെ അല്ലെ, ഈ ഒരു പോമിലൂടെയാണ് അവർ ആ ഒരു ഫണ്ട് ക്രിയേഷൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഫണ്ട് അവർ സ്വരൂപിച്ചിട്ടുള്ളത് അതിലൂടെ ആയിരുന്നു കേട്ടോ. നോക്കാം. There comes a time when we heed a certain call, when the world must come together as one. There are people dying and it's time to lend a hand to life, the greatest gift of all എന്നാണ് പറഞ്ഞിട്ട്. നോക്കാം. There comes a time, അതെ, ഒരു സമയം വരും. ഏത് സമയം? There comes a time, ഒരു ടൈം വരും. എന്ത് ടൈം? When we heed a certain call. heed എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുക. certain means ഉറപ്പായും, call means ഒരു വിളി കേട്ടോ. ആ വിളി ശ്രദ്ധിക്കേണ്ട, ഉറപ്പായിട്ടും ആ വിളി കേൾക്കേണ്ട ഒരു സമയം നമുക്ക് വരും. When the world must come together as one. ആ സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും? വേൾഡ് മസ്റ്റ് ടുഗദർ ആസ് വൺ. ഒരുമിച്ച്, ലോകം ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സമയം വരും. ആ വിളിയാണ് കേട്ടോ ആ കേൾക്കേണ്ടത്.
ലോകം ഒരുമിച്ച് നിൽക്കേണ്ട ആ ഒരു വിളി നമ്മൾ കേൾക്കേണ്ട സമയമായിരിക്കുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. there are people dying. ആളുകൾ അവിടെ മരിച്ചു വീഴുന്നു. ഡൈയിങ് മീൻസ് എന്താണ്? മരിക്കുക കേട്ടോ. ആളുകൾ അവിടെ മരിച്ചു വീഴാണ് പട്ടിണി മൂലം. ഓക്കെ, and it's time to lend a handle to life. എന്താണ്? it's time to lend a handle to life. എന്താണ് മക്കളെ? ഒരു സഹായത്തിന്റെ കൈ, ഹാൻഡ് പറഞ്ഞ കൈ, lend മീൻസ് സഹായം കേട്ടോ. ഒരു സഹായ അസ്തം എന്ന് പറയാം അല്ലെ. എന്താണ്? ഇറ്റ്സ് എ ടൈം ടു ലെൻഡ് എ ഹാൻഡ് ടു ലൈഫ്. എന്താണ്? അവരുടെ ജീവിതത്തിലേക്ക് ഒരു സഹായ ഹസ്തം നിങ്ങൾ വെച്ച് നീട്ടേണ്ട ടൈം ആയിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അല്ലെ. നിങ്ങൾ അവരെ സഹായിക്കേണ്ട സമയമായിരിക്കുന്നു എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ഓഫ് ഓൾ. അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് അത് എന്തായിരിക്കും? അത് ഈ ഒരു ഹാൻഡ് ടു ലെൻഡ് എ ഹാൻഡ് ടു ലൈഫ് അല്ലെ. നമ്മൾ വെച്ച് നീട്ടുന്ന സഹായം, ഈ സമയത്ത് നമ്മൾ അവരെ സഹായിക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? We can't go on pretending day by day that someone somewhere will soon make a change. എന്താണ് പറഞ്ഞത്? We can't go on pretending day by day. ഇത് ഈ കവിതയിലെ ഏറ്റവും മനോഹരമായിട്ട് അർത്ഥമുള്ള ഒരു വാക്കാണ് ഇത് കേട്ടോ. We can go on pretending day by day. നമുക്ക് ഒരിക്കലും നടിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് ഡെയിലി ഇങ്ങനെ മുന്നോട്ട് നടിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല. ഡേ ബൈ ഡേ, ഡെയിലി ഓരോ ദിവസവും നമുക്ക് പ്രിട്ടൻഡിങ് മീൻസ് എന്താ? അഭിനയിക്കുക അല്ലെങ്കിൽ നടിക്കുക അല്ലെ. പ്രിട്ടൻഡ് ചെയ്യുക അല്ലെ, അഭിനയിച്ചുകൊണ്ട് അല്ലെ. ഇങ്ങനെ ദിവസവും നമുക്ക് ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് നടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ദാറ്റ് someone or somewhere will soon make a change. എവിടെയോ ആരോ, somewhere എവിടെയോ, someone ആരോ will soon make a change. ഒരു മാറ്റം കൊണ്ടുവരുമെന്ന് വിചാരിച്ചിട്ട്, ആരോ എവിടെയോ ഒരു മാറ്റം കൊണ്ടുവരുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്നും ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ആരൊക്കെയോ എവിടേക്കോ പോയി സഹായിച്ചോളും, അവര് സഹായിച്ചോളും, ഇവര് സഹായിച്ചോളും എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ നടിച്ച് നിന്നിട്ട് കാര്യമില്ല. സഹായിക്കേണ്ടത് നമ്മൾ തന്നെയാണെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോ പൊതുവെ കാണാറുണ്ടല്ലേ, അവിടെ വലിയ ദൂരങ്ങളിലൊക്കെ വലിയ വലിയ അപകടങ്ങളും പ്രശ്നങ്ങളും ഫ്ലഡുകളൊക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മള് ചിലർ വരും ഒരു ഹീറോസ് ആയിട്ട് മാത്രം അല്ലെ, ന്യൂസ് കേൾക്കുന്നവർ മാത്രമായിട്ട് നമ്മൾ മാറാറുണ്ട്. അതൊക്കെ വലിയ വലിയ ആളുകൾ, സമ്പത്തുള്ളവർ പോയി സഹായിച്ചും അവിടെ അങ്ങനെ ഒരു തോന്നലാണ് അല്ലെ. അങ്ങനെ എന്താണ്? ആരൊക്കെയോ എവിടേക്കോ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന പ്രതീക്ഷിച്ച് നമ്മളിങ്ങനെ അഭിനയിച്ച് ജീവിക്കുന്നതുകൊണ്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. വി ഓൾ ആർ ദ പാർട്ട് ഓഫ് ഗോഡ്സ് ഗ്രേറ്റ് ബിഗ് ഫാമിലി. ദൈവത്തിന്റെ വലിയ ഫാമിലിയിലെ മെമ്പേഴ്സ് ആണ് നമ്മളെല്ലാവരും. ഈ പറഞ്ഞ പട്ടിണി മൂലം മരിക്കുന്ന ആഫ്രിക്കക്കാരാണെങ്കിലും നമ്മളാണെങ്കിലും ആരാണെങ്കിലും എല്ലാവരും ദൈവത്തിന്റെ വലിയ ഫാമിലിയിലെ മെമ്പേഴ്സ് ആണ് കേട്ടോ. ആൻഡ് ദ ട്രൂത്ത് യു നോ, അതാണ് സത്യം. നിങ്ങൾക്കറിയാം. ലവ് ഈസ് ഓൾ വി നീഡ്. എന്താണ്? സ്നേഹമാണ് എല്ലാത്തിനും വേണ്ടത് അല്ലെ. സ്നേഹമാണ്. സ്നേഹം ഉണ്ടെങ്കിലുള്ള ഈ ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. എല്ലാത്തിന്റെ അടിത്തറ, എല്ലാത്തിനും അത്യാവശ്യം എന്താണ്? ലവ് ആണ് അല്ലെ. ഇതെന്താണ് ഈ കോറസ് എന്ന് പറഞ്ഞിട്ട് വെച്ചിരിക്കുന്നത്? ഇത് പറഞ്ഞല്ലോ, ഇതൊരു ചാരിറ്റി സോങ് ആണ്. അപ്പൊ ഇവിടെ എത്തുമ്പോ മൈക്കൽ ജാക്സൺ പാടുകയാണെങ്കിൽ ഇത് കൂടെയുള്ള ബേക്കിലുള്ള ആളുകള് ഇത് വീണ്ടും കൂടെ പാടും. 2-3 ലൈൻ ആള് പാടുകയാണെങ്കിൽ ബാക്കി കോറസ് ഒന്നിച്ച് ചുറ്റുള്ളവർ പാടുക കേട്ടോ. അതിനാണ് ഈ കോറസ് എന്ന് പറയുന്നത് കേട്ടോ. ഒരുമിച്ച് ബാക്കിലുള്ള ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ ഒപ്പം പാടും. ഓക്കെ, നമ്മള് സ്കൂളിലൊക്കെ സംഘഗാനൊക്കെ കേട്ടിട്ടില്ലേ? ചില ആളുകൾ 1-2 മുന്നിൽ നിൽക്കുന്ന ആളുകൾ ഇങ്ങനെ പാടും, ബാക്കിയുള്ള ഒന്നിച്ച് വരുന്ന ലൈൻസ് വേറെ ഉണ്ടാവും. അതുപോലെ കേട്ടോ കോറസ്. സോ ലവ് ഈസ് ഓൾ വി നീഡ്. അതാണ് സത്യം. എന്താണെന്ന് നിങ്ങൾക്കറിയാം. ലവ് ആണ് എല്ലാത്തിനും ആവശ്യം. എല്ലാവർക്കും ആവശ്യം എന്താണ്? സ്നേഹമാണ്. ഓക്കെ, then we are the world. നമ്മളാണ് ലോകം. we are the children. നമ്മളാണ് കുട്ടികൾ. നമ്മളാണ് ലോകം, നമ്മളാണ് കുട്ടികൾ. we are the ones who make a brighter day. എന്താണ്? we are the ones who make a brighter day. നമ്മളാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മളാണ് എന്ത് ചെയ്യാൻ പോകുന്നത് മക്കളെ? ഒരു ദിവസം ഒരു ബ്രൈറ്റർ ഡേ, ഒരു നല്ല ഒരു തിളക്കമാർന്ന ദിവസം സൃഷ്ടിക്കാൻ പോകുന്നത് ആരാണ്? നമ്മളാണ് കേട്ടോ. സോ ലെറ്റ് സ്റ്റാർട്ട് ഗിവിംഗ്. സോ എന്ത് ചെയ്യാ? ലെറ്റ് സ്റ്റാർട്ട് ഗിവിംഗ്. ഇപ്പൊ തന്നെ തുടങ്ങിക്കോളൂ. എന്ത്? സ്റ്റാർട്ട് ഗിവിംഗ്. നൽകാൻ തുടങ്ങിക്കോളൂ അല്ലെ. ഇപ്പൊ തന്നെ ചാറ്റ് ചെയ്തോളൂ എന്നാ ഉദ്ദേശിച്ചത്. ഇപ്പൊ തന്നെ ഫണ്ട് കൊടുത്തോളൂ എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് ഗിവിംഗ്. ഇപ്പൊ തന്നെ നിങ്ങൾ കൊടുക്കാൻ തുടങ്ങൂ, നൽകാൻ തുടങ്ങൂ. ദർ ഇസ് എ ചോയ്സ് വി ആർ മേക്കിംഗ്. അവിടെ നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ട്. ദർ ഇസ് എ ചോയ്സ്. ചോയ്സ് നിങ്ങളുടേതാണ്. വി ആർ മേക്കിംഗ്. നിർമ്മിക്കണോ നിർമ്മിക്കണ്ടോ എന്നുള്ളത്, ഐ മീൻ കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്.
വി ആർ സേവിങ് അവർ ഓൺ ലൈഫ്സ്. നമ്മൾ സേവ് ചെയ്യുന്നത് നമ്മുടെ തന്നെ ജീവനാണ് അല്ലെ, നമ്മുടെ തന്നെ ജീവിതമാണ്. വി ആർ അവർ ലൈഫ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം അല്ലെ, നമ്മുടെ ജീവിതം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. വി ആർ സേവിങ് അവർ ഓൺ ലൈഫ്സ്. നമ്മൾ സേവ് ചെയ്യുന്നത് നമ്മുടെ ജീവിതം തന്നെയാണ് ഈ ചാരിറ്റിയിലൂടെ ഒക്കെ കേട്ടോ. ഇറ്റ്സ് ട്രൂ, അത് സത്യമാണ്. വി വിൽ മേക്ക് എ ബെറ്റർ ഡേ. എന്താണ്, നമ്മളൊരു ബെറ്റർ ഡേ, നമ്മളൊരു നല്ല ദിവസം, നമ്മളൊരു ഭാവിയിൽ അല്ലെങ്കിൽ നാളെ നമ്മളൊരു നല്ല ദിവസം, നല്ലൊരു ബെറ്റർ ഡേ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിർമ്മിക്കും എന്നുള്ളത് എന്താണ്, സത്യമാണ് അല്ലെ. അപ്പൊ എല്ലാവരും കൂടെ ഒന്നിച്ച് സഹായിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് എന്താണ്, ഈ പറഞ്ഞ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നവർക്ക് അതൊരു വലിയ ഹെൽപ്പ് ആയിരിക്കും. എല്ലാവരും ഒന്നിച്ച് വിചാരിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അല്ലെ. ഉള്ളവരില്ലാത്തവർക്കൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കുക, ചാരിറ്റി ഒക്കെ ചെയ്യുകയാണെങ്കിൽ സ്നേഹം സ്പ്രെഡ് ചെയ്യുക അല്ലെ. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം. ആരെയും കാത്തു നിൽക്കാതെ പൈസ ഉള്ളവർ കൊടുക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇല്ല ഇതേ ഉള്ളൂ, അങ്ങനെയൊക്കെ എല്ലാവരും അങ്ങനെ മാറി നിൽക്കുകയാണെങ്കിൽ ഒന്നും എവിടെയും നടക്കില്ല അല്ലെ. അപ്പൊ അതന്നെയാണ് ഇവിടെ പറയുന്നത്, നിങ്ങളാണ് നിങ്ങളുടെ ജീവിതം രക്ഷിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുത്തു തുടങ്ങുക എന്നാണ് പറഞ്ഞത് അല്ലെ. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ബെറ്റർ ഡേ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇനി അങ്ങോട്ട് ഒരു ബെറ്റർ ഡേ നിർമ്മിക്കാൻ സാധിക്കും കേട്ടോ. ക്ലിയർ? Just you and me, ഞാനും നിങ്ങളും, send them your hurt so they will know that someone cares അല്ലെ. ആരുടെ they will know that someone cares അല്ലെ. ആരൊക്കെയോ അവരെ സഹായിക്കാനുണ്ടെന്ന് എന്ത് ചെയ്യും, അവർക്ക് മനസ്സിലാവും. send them your hurt, നിങ്ങൾ അവർക്ക് നിങ്ങളുടെ ഹൃദയം കൊടുക്കുന്ന പറഞ്ഞത്. എന്താ ഹേർട്ട്, ഹൃദയം കൊടുക്കുക, സ്നേഹം കേട്ടോ. നിങ്ങൾ അവർക്ക് നിങ്ങളുടെ സ്നേഹം കൊടുക്കൂ. send them your hurt, നിങ്ങൾ അവർക്ക് നിങ്ങളുടെ സ്നേഹം കൊടുക്കൂ. say they will know that someone cares, അവര് മനസ്സിലാക്കും ആരൊക്കെയോ അവരെ കെയർ ചെയ്യാനുണ്ടെന്ന് അല്ലെ, അവരെ പരിഗണിക്കാനുണ്ട്, അവരെ നോക്കാനുണ്ട് എന്നുള്ളത് അവർക്ക് തോന്നും. ആൻഡ് their lives will be stronger and free, അവരുടെ ലൈഫ് അപ്പൊ എന്തായി മാറും, സ്ട്രോങ്ങർ ആയിട്ടും ഫ്രീ ആയിട്ടും മാറും. ഫ്രീ മീൻസ് എന്താണ്, ബുദ്ധിമുട്ടുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പട്ടിണിയിൽ നിന്നൊക്കെ അവരെന്താവും, ഫ്രീ ആവും, അവരെന്താവും, സ്ട്രോങ്ങർ ആവും അല്ലെ. ഇപ്പൊ എന്താണ്, വീക്കല്ലേ, കാരണം പട്ടിണിയും പ്രശ്നങ്ങളും ദാരിദ്ര്യമൊക്കെ പിടിച്ചിട്ട് ആ നാട് ഭയങ്കര വീക്കാണ് അല്ലെ. സോ എന്തായിട്ട് മാറും, അവര് സ്ട്രോങ്ങർ ആയിട്ട് മാറും. അതേപോലെ തന്നെ എന്താവും, ഫ്രീ ആവും. എന്ത്, ഈ പറഞ്ഞ പോലെയുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ അവരെന്തായി മാറും, ഫ്രീ ആവും. ക്ലിയർ? As God has shown us by turning stone to bread, എങ്ങനെ സഹായിക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്. As God, ദൈവം, has shown us by turning പറഞ്ഞ മാറ്റുക. ഓക്കെ, stone to bread, കല്ലിനെ ബ്രെഡാക്കി മാറ്റി അല്ലെ. കല്ലിനെ ബ്രെഡാക്കി മാറ്റി ദൈവത്തെ പോലെ നമ്മൾക്ക് എന്ത് ചെയ്യാം, അത് ക്രിസ്ത്യൻസിലുള്ളതാട്ടോ. അപ്പമാക്കി മാറ്റുമല്ലോ, കല്ലിനെ അപ്പമാക്കി മാറ്റിയ ദൈവത്തെ പോലെ, ദൈവപുത്രനെ പോലെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കും എന്ത് ചെയ്യാം എന്നാണ് ഇവര് പറയുന്നത്, നമുക്കും കൊടുക്കാം എന്നാണ് പറയുന്നത് കേട്ടോ. സോ വി ഓൾ മസ്റ്റ് ലെൻഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ്. സോ വി ഓൾ മസ്റ്റ്, നമ്മൾ എല്ലാവരും നിർബന്ധമായിട്ടും ലെൻഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ്, നമ്മൾ എന്ത് ചെയ്യണം, സഹായിക്കണം. എ ഹെൽപ്പിംഗ് ഹാൻഡ്, ഒരു സഹായ ഹസ്തം, ഒരു സഹായ കൈകൾ എന്ത് ചെയ്യണം, എല്ലാവരിലോട്ടും നമ്മൾ എന്ത് ചെയ്യണം, നീട്ടണം. ക്ലിയർ? when you are down and out, when you are down, ഇനി നമ്മൾ തന്നെ ആ സാഹചര്യത്തിലാണ് നമ്മൾ ചിന്തിക്കാൻ കേട്ടോ. നമ്മൾ തന്നെ എന്ത് ചെയ്യാണ്, നമുക്ക് ആ ബുദ്ധിമുട്ട് വന്നത്, നമ്മളും ഡൗൺ ആവും, നമ്മളും ഔട്ട് ആവും ലൈഫിൽ നിന്ന് അല്ലെ. നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ വരും, നമ്മൾക്കും ചിലപ്പം പട്ടിണിയും കാര്യങ്ങളൊക്കെ വന്ന് നമ്മളും ഡൗൺ ആൻഡ് ഔട്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ പോയിട്ടു അല്ലെ. when you are down and out, നിങ്ങളാണ് ഡൗണും ഔട്ട് ആയത് ലൈഫിൽ എന്നുണ്ടെങ്കിൽ there seems to no hope at all, നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾ ലൈഫിൽ ഡൗൺ ആയി ഔട്ടായി, നിങ്ങൾക്ക് ഔട്ട് മീൻസ് ഇവിടെ ഡൗൺ എന്നുള്ള മീനിങ് തന്നെ കേട്ടോ. ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടാവും, ഔട്ട് അല്ലെ, ഇന്നാണ് ഉള്ളിൽ ഔട്ട് പുറത്താണ് ഉദ്ദേശിച്ചത്, എന്താ പ്രോബ്ലംസ് അത്രേ ഉള്ളൂ കേട്ടോ. നോ ഹോപ്പ് അറ്റ് ഓൾ, നിങ്ങൾക്കൊരു പ്രതീക്ഷയില്ല. പ്രോബ്ലംസ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കാണ് പ്രശ്നം വന്നിട്ട് നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ എവിടുന്നും വരുന്നില്ല. ബട്ട് ഇഫ് യു ജസ്റ്റ് ബിലീവ് ദർ ഇസ് നോ വേ വി കോൾ ഫോൾ, എന്താണ് നമ്മൾ ആ സമയത്ത് നമ്മൾ എന്ത് വിശ്വസിക്കുകയാണ്, ദർ ഇസ് നോ വേ വി ക്യാൻ ഫോൾ, നമുക്ക് വിയാൻ എന്ത് ചെയ്യാണ്, വി ക്യാൻ ഫോൾ, നമുക്ക് വിയാനിരിക്കാൻ ഒരു മാർഗവും ഇല്ല അല്ലെ, ഒരു വഴിയും ഇല്ല. വെൽ 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 യെസ് യെസ്, എന്താണ്, ലെറ്റ്സ് റിയലൈസ്, നമ്മൾ റിയലൈസ് ചെയ്യണം, നമ്മൾ തിരിച്ചറിയണം ദാറ്റ് എ ചേഞ്ച് ക്യാൻ ഓൺലി കം, ഒരു ചേഞ്ചിന് മാത്രമുള്ളൂ എന്ത് കൊണ്ടുവരാൻ കഴിയുക, വെൻ വി സ്റ്റാൻഡ് ടുഗദർ ആസ് വൺ. എന്താണ്, വെൻ വി സ്റ്റാൻഡ് ടുഗദർ ആസ് വൺ, നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്കൊരു ചേഞ്ച് കൊണ്ടുവരാൻ കഴിയൂ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അല്ലെ. ഒത്തൊരുമിച്ചാൽ എന്താണ് മക്കളെ, അതാണ് അല്ലെ, ഒത്തൊരുമിച്ചാൽ മലയും പോരും എന്നാണല്ലോ പറയുന്നത്. അതുപോലെ when we stand together as one, നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക്
ചേഞ്ച്, ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയും അല്ലെ. എല്ലാവരും ഒത്തൊരുമിച്ച് ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയും എന്നുള്ളത് ഇപ്പൊ ഒരുപാട് തെളിവുകളുണ്ട് നമ്മുടെ ഈ കാലഘട്ടത്തില്. ഇത് പണ്ടത്തെ ഓക്കെ അന്നത്തെ സാഹചര്യത്തിൽ ഇല്ല, പക്ഷെ ഇപ്പത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ ഫോണിലൊക്കെ കണ്ടിട്ടില്ലേ, പല ആളുകൾക്കും അസുഖങ്ങളും പല പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേനും കേരളം മൊത്തം, ഇന്ത്യ മൊത്തം പല സ്ഥലങ്ങളിൽ നിന്നും ഫണ്ട് 1 രൂപ വെച്ചിട്ടോ 2 രൂപ വെച്ചിട്ടൊക്കെ പിരിച്ചിട്ട് ആ കുട്ടികൾക്ക് അപ്പൊ തന്നെ എന്ത് ചെയ്യും, അതിനുള്ള ഒരു പരിഹാരമോ അല്ലെങ്കിൽ വലിയ സഹായ ചികിത്സക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, എല്ലാവരും കൂടെ അങ്ങ് ഒത്തൊരുമിക്കും അല്ലെ. എത്ര പെട്ടെന്നാണ് ആ ഫണ്ട് നമ്മൾ കളക്ട് ചെയ്യുന്നത്, എല്ലാവരും അതിന് ഇവരെല്ലാം ഒന്നുമില്ലാത്ത ആളുകൾ വരെ ചിലപ്പോൾ അതിലോട്ട് ഡെയിലി ലൈഫിൽ അന്നന്ന് കിട്ടുന്നതിനെ കൊണ്ട് ജീവിക്കുന്നവർ വരെ ആയിക്കോ 1 രൂപ 2 രൂപ ചിലപ്പോൾ ഇട്ടുകൊടുത്തിട്ടുണ്ടാവും. അപ്പോഴാണ് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം മക്കളെ, ഒത്തൊരുമിച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മാറ്റിമറിക്കാം അല്ലെ. ആ ഒരു ചെറിയ പ്രോബ്ലം അപ്പൊ എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്നിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെയാണ് ഇവിടെ അവർ ഉദ്ദേശിച്ചത്. എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ, എല്ലാവരും ഒന്നായിട്ട് നിന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, വേൾഡിനെ മാറ്റിമറിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ ആർട്ടിനും ഉണ്ട് കേട്ടോ, ആർട്ടിന് ഇമ്മോർട്ടലാണ്. ആർട്ടിലൂടെയാണ് അവരിപ്പോ ഇത് പറയുന്നത്, ആർട്ടിലൂടെയാണ് അവരിത് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ? സോ വി ആർ ദ വേൾഡിന്റെ തീം മനസ്സിലായല്ലോ. ആർട്ടിസ്റ്റ് ഇമ്മോർട്ടൽ എന്ന് പറയുന്ന ഒരു തീമിന് അപ്പുറം ഇത് വേറൊരു തീമിലോട്ട് മാറിയിട്ടുണ്ട് അല്ലെ. എന്താണ്, എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുകയാണെങ്കിൽ എന്താണ് നമ്മളെന്ന് പറയുന്ന സ്നേഹം അല്ലെ. നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് നിന്നാൽ, നമ്മളെല്ലാവരും കൂടെ ഒരു സഹായസ്ഥം ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് എന്താണ്, അതൊരു പുതിയ ലോകം അവർക്കും തന്നെ കിട്ടും അല്ലെ. സോ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് അല്ലെ. ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് അതിന് താഴെ കാണുന്നുണ്ട് അല്ലെ. നോക്കാം. വാട്ട് അക്കോർഡിംഗ് ടു ദ ലിറിക്സ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ഓൾ അല്ലെ. എന്താണ് എല്ലാവർക്കും ഉള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ്, ഏറ്റവും വലിയ സമ്മാനം എന്താണെന്നാണ് അവർ പറഞ്ഞത്. അക്കോർഡിംഗ് ടു ദ ലിറിക്സ്, റൈറ്റേഴ്സ് എന്നാണ് അവർ ഉദ്ദേശിച്ച എഴുത്തുകാർ കേട്ടോ. ലെൻഡിങ് എ ഹാൻഡ് ടു ലൈഫ്, ഇതാണ് ഈ ഒരൊറ്റ ചാപ്റ്ററിലെ മെയിൻ പോയിന്റ് അല്ലെ. നമ്മളെല്ലാവരും എന്ത് ചെയ്യണം, ലെൻഡിങ് ഹാൻഡ് ടു ലൈഫ് അല്ലെ. മറ്റുള്ളവർക്ക് സഹായം കൊടുക്കണം, എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം. ഈ 2 വേർഡാണ് ഈ ഒരു പോമിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. മറ്റുള്ളവർക്ക് നമ്മൾ സഹായം കൊടുക്കുക, എല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. ഈ 2 കാര്യമുള്ള ഈ പോമിൽ മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ ലെൻഡിങ് ഹാൻഡ് ടു ലൈഫ്, ലെൻഡിങ് ഹാൻഡ് ടു ലൈഫ് അല്ലെ, സഹായ ഹസ്തം മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മൾ നീട്ടി കൊടുക്കുക എന്നുള്ളതാണ് ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത്. ക്ലിയർ? Then why do you think that we can't go on pretending forever? Why do you think, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, that we can't go on pretending forever അല്ലെ. നമുക്ക് എന്നും ഇങ്ങനെ നടിച്ചുകൊണ്ട് ജീവിക്കാൻ, എന്നും ഇങ്ങനെ നടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് ചോദിച്ചത്. നോക്കാം. We can't go on pretending, we can't go on pretending, നമുക്ക് പ്രിട്ടൻഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. that someone or someone will soon make a change അല്ലെ. ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ചേഞ്ചസ് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ അഭിനയിച്ച് അത് നടിച്ച് നമുക്ക് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല കേട്ടോ. Then third question, it's a true we will make a better day just you and me. How? It's a true, അതൊരു സത്യമാണ്. We will make, നമ്മൾ നിർമ്മിക്കും അല്ലെങ്കിൽ നമ്മൾ ചെയ്യും a better day just you and me അല്ലെ. ഞാനും നിങ്ങളും എന്ത് ചെയ്യും, ഒരു ബെറ്റർ ഡേ ഉണ്ടാക്കും എന്നുള്ളത് ഒരു സത്യമാണ് എന്നാണ് പറയുന്നത്. അത് എങ്ങനെ എന്നാണ് ചോദിക്കുന്നത്. when we work in a perfect unison with others അല്ലെ. നമ്മളെല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നിന്നിട്ട് മറ്റുള്ളവരുടെ കൂടെ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നിന്ന് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ we will be able to make the world a better place to have അല്ലെ. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ ലോകത്ത് ഒരു ബെറ്റർ പ്ലേസ്, ഒരു ബെറ്റർ പൊസിഷനിലോട്ട് എന്ത് ചെയ്യാൻ കഴിയും, മാറ്റാൻ കഴിയും അല്ലെ. എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയും എന്നാണ് ഉദ്ദേശിച്ചത്. When will a change really come according to the lyrics? When will a change, എങ്ങനെയാണ് മാറ്റം വരുന്നത്, really come according to the, ഇവരെങ്ങനെയാണ് ഈ എഴുതിയ ഈ കവിത എഴുതിയവര്, ഐ മീൻ ഈ പോം എഴുതിയവര് എങ്ങനെയാണ് മാറ്റം കൊണ്ടുവരുമെന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചത്. എങ്ങനെയാണ് റിയലി മാറ്റം വരുന്നത്? അക്കോർഡിംഗ് ടു ദ ലിറിക്സ്,
A change can only come when we stand together as one. അല്ലെ, ഇതാണ് when we stand together as one. അല്ലെ, എങ്ങനെയാണ് ചേഞ്ച് can only come, എങ്ങനെയാണ് മാറ്റം? വെറും only come അങ്ങനെ മാത്രമേ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരും. ചേഞ്ച് can only come, എങ്ങനെയാണ് മാറ്റം? മാറ്റം എങ്ങനെ മാത്രമേ വരുള്ളൂ? when we stand together as one. നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ഒന്നായി നിന്നാൽ മാത്രമേ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ക്ലിയർ? What might have prompted the lyricist to sing a song like this? എന്ത് മോട്ടിവേഷൻ ആണ്, എന്ത് കാരണമാണ് അവർ ഇങ്ങനൊരു പാട്ട് അവർ എഴുതാൻ കാരണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. The love for the mankind, അല്ലെ, മനുഷ്യ സ്നേഹം, അല്ലെ, mankind മനുഷ്യരോടുള്ളൊരു സ്നേഹം, അല്ലെ, mankind, അല്ലെ, കൈൻഡ്, ആ ഗ്രൂപ്പിനോടുള്ളൊരു സ്നേഹം ഉദ്ദേശിച്ചു കേട്ടോ. And suffering people around the world, and ചുറ്റുപാടുമുള്ള, സഫറിങ് മീൻസ് ബുദ്ധിമുട്ട് അനുഭവിക്കുക, അല്ലെ, സഫറിങ് പീപ്പിൾ അറൌണ്ട്, ചുറ്റുപാടുമുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യാണ്? ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ്. The world has prompted the lyricist to sing the song like this. അല്ലെ, ഇത് രണ്ടുമാണ് അവരിതിന് കാരണമായത്. The world, അവിടെ വരെ കേട്ടോ. The love for the mankind, അതൊന്നാണ്, അല്ലെ. Then suffering the people, അല്ലെ, മനുഷ്യരോടുള്ള, മനുഷ്യവർഗത്തോടുള്ള ആ ഒരു സ്നേഹം, അല്ലെ, മനുഷ്യ പരസ്പരമുള്ള ആ ഒരു സ്നേഹവും സഫറിങ് പീപ്പിൾ അറൌണ്ട് ദ വേൾഡും, ഇത് രണ്ടും കണ്ടിട്ടാണ് ലോകത്തുള്ള പല ആളുകളും ഒരുപാട് പേര് സഫർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പട്ടിണി മരണങ്ങളൊക്കെ, ആഫ്രിക്കയിലെ പട്ടിണി മരണത്തെ കുറിച്ചൊക്കെ 1980s നിങ്ങൾ അടിച്ചു നോക്കിയാൽ കാണാം. ഭയങ്കര അവരുടെ കാണുമ്പോൾ ഇപ്പോഴും ആ പിക്ചേഴ്സാണ് ഇപ്പോഴും പലരും മറ്റു നാടുകളിലൊക്കെ പട്ടിണിയാണെന്ന് കാണിക്കാൻ വേണ്ടി ഇപ്പോഴും ആ പിക്ചേഴ്സ് ഒക്കെ നമ്മൾ ഇപ്പോഴും എടുത്തുവരുന്നത് കാണാം. സോ എന്താണ്, ആ ഒരു അവസ്ഥയിലാണ്, ആ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇവർ ഇങ്ങനെ ഒരു സോങ് എഴുതിയത്. ഓക്കെ, സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോം, അല്ലെ, വളരെ സിമ്പിൾ ആണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിൽ നിന്ന് വരാറില്ല എക്സാമിനൊന്നും. പക്ഷെ എന്താണ്, വളരെ വലിയൊരു മെസ്സേജ് ആണ്, അല്ലെ, ഈ ഒരു മൈക്കിൾ ജാക്സണും റിച്ചാർഡും കൂടെ നമുക്ക് തന്നത് വളരെ വലിയൊരു മെസ്സേജ് ആണ്. ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവർക്ക് ഒരു സഹായ ഹസ്തം നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് നേരെ കൈകൾ, നമ്മളൊരു സഹായത്തിന് കൈകൾ അവർക്ക് നേരെ നീട്ടണം. അതുപോലെ നമ്മൾ എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് ഒത്തൊരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ചെറിയ വലുതുമായിട്ടുള്ള ഒരു മെസ്സേജ് നൽകിയിട്ടാണ് ഈ പോം അവസാനിക്കുന്നത്. ക്ലിയർ? സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും